ഹലോ സഹോദരന്മാരെ, നമ്മുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 3 ദിവസം മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു അപകടം ഉണ്ടായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അവർ എന്ത് ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് 60,000 റുപ്യ ബില്ല് എന്ന് പറഞ്ഞ് കുറേ ബില്ലെല്ലാം കൂടി ബില്ലടിച്ച് തന്നപ്പോൾ നമ്മൾ ആ രോഗിനെയും കൊണ്ട് ഇന്ന് കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് അപ്പോൾ ഈ ഫയലുകളെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാ ഈ രക്തം ഈ ടെസ്റ്റെല്ലാം ചെയ്ത് ഫയൽ നിങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇല്ല, നമ്മൾക്കൊക്കെ മിംസ് പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. മിംസ് പോയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവർ ലേബർ എന്ന് പറഞ്ഞ് ഇതൊന്നും ഇവിടെ ഇല്ലാലോ. അപ്പോൾ പറഞ്ഞതാ റെസീറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലാലോ. അപ്പം എന്തായി, അപ്പം നമ്മൾ പ്രശ്നമാക്കിയതിന് ശേഷം അവർ സാറ് തെറ്റുപറ്റിപ്പോയതാ, നിങ്ങളൊന്നും ചെയ്യരുത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 10-25 പ്രാവശ്യമായി ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മിംസിലേക്ക് ഓടുന്നവർ ശ്രദ്ധിക്കുക, വെറും തട്ടിപ്പാണ്, വളരെ ശ്രദ്ധിക്കണം, ഫുൾ തട്ടിപ്പ്. അതാണ് ഈ വോയിസ്. ഇതുപോലത്തെ ഒരുപാട് എണ്ണുണ്ട്, ഇത് മാത്രം പിടിപ്പിച്ചതാണ്. ഹലോ സർ, ഞാനേ ഹോസ്പിറ്റൽ മാനേജറെ കൊണ്ട് ഞാൻ നാളെ മോർണിംഗിൽ സാറിനെ വിളിക്കാം. ഹോസ്പിറ്റൽ മാനേജറിനെ കൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി കോഴിക്കോട് ഉണ്ട്, ഓൾറെഡി ഹോസ്പിറ്റലാണല്ലോ വിമാനം കൊണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഡയറക്റ്റ് അങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സംസാരിക്കാം. അല്ല, നിങ്ങൾ വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, കാരണം നിങ്ങളെക്കാട്ടും വലിയ ആളുകൾ അവിടെ ഉണ്ടല്ലോ. കുഴപ്പമില്ല, എനിക്ക് കണ്ടാൽ മതി, എനിക്ക് ഇതിന്റെ ജസ്റ്റ് ചെന്ന് അറിയണം. ഓക്കെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഈ ബില്ല് നിങ്ങൾ GST ഈടാക്കുന്നുണ്ടോ നമ്മളെ കയ്യിൽ നിന്ന്? അല്ല നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വരെ ബില്ല് കൊടുത്ത ആളാണെങ്കിൽ അങ്ങനല്ല അറിയണ്ട. നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ അക്കൗണ്ട്സിലുള്ള ആരാണോ? ഇത്തരം സാധനങ്ങൾ, ഇത്തരം ബില്ലുകൾക്ക് നിങ്ങൾ GST ഈടാക്കുന്നുണ്ടോ കസ്റ്റമറിൽ നിന്ന്? അതെനിക്ക് കൂടുതൽ അറിയില്ല സർ. നിങ്ങൾ അറിയുന്ന ഒരാൾ നമ്പർ തരുമോ? ഞാൻ ഓൺ ഡ്യൂട്ടി മാനേജറിന്റെ നമ്പർ തരാം. അവരാണ് ഇപ്പൊ ഡ്യൂട്ടിയിൽ വന്നാലും മീഡിയയിൽ ഉണ്ടാവുക. നമ്മൾ എന്തായാലും ഇത് മീഡിയക്ക് കൊടുക്കുകയും ചെയ്യും. ഞങ്ങള് ലീഗൽ കേസുമായിട്ട് മുന്നോട്ട് വന്നാ. അല്ല, നിങ്ങൾ ശരിക്കും ഒരു ഉപഭോക്താവിനല്ല ഇപ്പോൾ വഞ്ചിച്ച്. ഞങ്ങള് കൃത്യമായിട്ട് ആക്സിഡന്റ് പറ്റി വരുന്ന ഒരു പറ്റം പാവപ്പെട്ട മനുഷ്യന്മാരെ ഞങ്ങൾ ചൂഷണം ചെയ്യുന്ന പാട് വെച്ചിട്ട് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചൂഷണത്തിന് മെനക്കെടരുത്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് നേരം വെളുത്തരം അവിടെ നിന്ന് പോകുന്നു. ഈ പാതിരക്ക് ഇങ്ങനെ ഈ എന്താ പറയാ പിടിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതാ ഞങ്ങൾ ചെയ്തത്. സത്യത്തില് മനുഷ്യനെ ഇങ്ങനെ അധികം പറ്റിക്കാൻ പാടില്ല. ഞങ്ങള് അറിയാം, ഇത് ഞാളിച്ച് അനുഭവം വെച്ച് നോക്കുന്നത് നിങ്ങൾ തുടരുന്നൊരു താതി. ഇന്നിപ്പോ ആദ്യമായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടില്ലല്ലോ ഇപ്പോ, ഇന്നലെ മാത്രം. കാരണം ഇത്രയും ഭീമമായ ഒരു ടെസ്റ്റ് നിങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ആളുകളിൽ നിന്ന്, രോഗികളിൽ നിന്ന് പൈസ ഈടാക്കുക. എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ബോധ്യമാക്കോ? അറിയാം, ശരി, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. ഞങ്ങള് ബോധ്യപ്പെടുത്തിയേ ഞങ്ങൾ ഇന്ന് പിന്മാറൂ. എന്തുകൊണ്ടെന്നറിയോ? ഇത്തരം രോഗികളെ ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾ ആസാദ് മൂപ്പൻ വെറുതെ അല്ല ഈ പ്രളയ ഫണ്ടിലേക്കും വയനാട് ഫണ്ടിലേക്കൊന്നും കോടികൾ കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ചോര ഊറ്റി കുടിച്ചിട്ടാ. ഞങ്ങളിത് എവിടെങ്കിലും എടുത്താൽ എത്തിക്കും ഞങ്ങൾ. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ കൺസ്യൂമർ കോർട്ട് കൊടുക്കും, അല്ലാത്ത കോർട്ട് കൊടുക്കും, എല്ലാ കോർട്ടിലും ഞങ്ങൾ നിങ്ങളെ പേരിൽ കേസ് കൊടുക്കും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? മീഡിയ കൊടുക്കും. ഈ ബില്ല് സഹിതം ഞങ്ങൾ മീഡിയ കൊടുക്കും. കാരണം ഇങ്ങനത്തെ ഈ മേഖലയിൽ വെച്ചിട്ടല്ല നിങ്ങൾ ചൂഷണം ചെയ്യും. നിങ്ങൾക്ക് വേറെ എന്താ കച്ചവടം ചെയ്യരുത്? നിങ്ങൾക്ക് പാവപ്പെട്ട രോഗികൾ പിഴിഞ്ഞിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നേ? നിങ്ങൾ ഇതിന്റെ ആരാ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അല്ല, വേണ്ട. നിങ്ങൾക്ക് മിസ്റ്റേക്കോ? ഇനി മിസ്റ്റേക്ക് നല്ല പറയാ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പിടിച്ചു പറയുന്ന പറയാ. മിസ്റ്റേക്ക് എന്നതിന് പറയാ. മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം സിസ്റ്റം ഓഫ് ആക്കുന്നതിന് മുന്നേ, അല്ലെ പിറ്റേന്ന് രാവിലെ സിസ്റ്റം ഓൺ ആക്കുന്നതിന് മുന്നേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ സിസ്റ്റത്തിൽ കാണൂലേ? എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചില്ല? ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയാൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ടതിന് ശേഷം അല്ല മിസ്റ്റേക്ക് നിങ്ങൾ വിലയിരുത്തുക. ഒരു കാരണമല്ല, ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി. ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബില്ലിംഗിൽ വരുമ്പോൾ എടുക്കും. പക്ഷേ സാമ്പിൾ ലാബിൽ ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ എന്നോട് പൊട്ടത്തരം പറയരുത്. നോ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പൊട്ടത്തരം പറയരുത്. നിങ്ങൾക്ക് അന്നത്തെ രാത്രി ക്യാഷ് എടുക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് എക്സ്പെൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ പുറത്തു പോകാത്ത, ഈ സിസ്റ്റത്തിന് പ്രിന്റ് എടുക്കാത്ത ഇത്രയും ക്യാഷ് എക്സ്പെൻസ് നിങ്ങൾക്ക് അധികമില്ലെന്ന്? ക്യാഷ് അധികമില്ല അന്ന് വൈകുന്നേരം?
ക്യാഷ് ആരാ കൈകാര്യം നിങ്ങളെ? ബില്ലിങ്ങിലാച്ച ബില്ലിങ്ങിൽ ഈ അല്ല ഈ 20 സംതിങ് ക്യാഷ് നിങ്ങൾക്ക് കൂടുതലല്ലെന്നേ. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ പറയുന്നേ? നിങ്ങൾ മനുഷ്യന്മാരെ പൊട്ടനാക്ക. ക്യാഷ് ആക്സസ് ആയ വൈകുന്നേരം സിസ്റ്റം ഓഫ് ആക്കുന്നവരെ മനസ്സിലാവൂലേ? നിങ്ങൾ തെറ്റ് പറ്റിയെന്നൊക്കെ ഇത്ര നേരം പറഞ്ഞോ? തോന്നിവാസം പറയരുത്. അന്ന് ക്യാഷ് ആക്സസ് അല്ലേ നിങ്ങൾക്ക്? പിന്നെന്ത് വിവരക്കേട് പറയാ? നിങ്ങൾ സത്യം അത് പറയാ അങ്ങനത്തെ വിവരക്കേട്. അതെ, അങ്ങനത്തെ അല്ല, ആമാതി വിവരക്കേട് നിങ്ങളെ പോലത്തോട് പറയാ. എനിക്കറിയാം, ഞാനൊരു സ്ഥാപനം നടത്തുന്ന 100 റുപ്യ വൈകുന്നേരം കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് വൈകുന്നേരം സിസ്റ്റം ഓഫ് ആക്കുന്നവർ അറിയാം ഏതോ ഒരു കസ്റ്റമർ 100 റുപ്യ എൻ്റെ അടുത്ത് കൂടുതൽ വന്നിക്കുന്നുള്ളത്. പൊട്ടത്തര മനുഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ മനുഷ്യന്മാരെ പറ്റിച്ച് പൊട്ടന്മാരാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ. അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് രാത്രി അന്ന് സിസ്റ്റം ഓഫ് ആക്കുന്ന, അല്ലെ ആള് ചേഞ്ച്, ഡ്യൂട്ടിയിൽ ആള് ചേഞ്ച് ആകുന്നതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. 24,000 റുപ്യ ഏതൊരു കസ്റ്റമറോട് കൂടെ വെറുതെ തന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമാക്കി. ഇപ്പം എന്തൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പറയുന്നത് അല്ലേ? തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്, അതിരുണ്ട്. ബാക്കി എന്ത് ചെയ്യാന്നറിയാം? ഞങ്ങൾ നാളെ കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കുന്നുണ്ട്, കേസും കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അന്നേരം പറയാം. ഇത് ഞങ്ങൾ മീഡിയ കൊടുക്കുന്നുണ്ട്, ഈ ബില്ല് സഹിതം മീഡിയ കൊടുക്കുന്നുണ്ട്. 1 2 തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് GST ബില്ല് തന്നില്ല? നിങ്ങൾ GST ശരിക്കും എത്ര % GST അറിയില്ല? ഞാൻ നാളെ എന്നാ ഞാൻ നാളെ അറിയിച്ചു തരാം. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് GST ബില്ല് തന്നില്ല? കാരണം GST നമ്പറുള്ള ബില്ലാണ് എനിക്ക് തന്നത്. എന്നാ ഞാൻ നാളെ ബില്ല് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ലാ തന്നത്. എന്തിനാ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ല് തന്ന? ഞങ്ങളോട് GST ഈടാക്കണ്ടേ നിങ്ങൾ?